ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വാക്കൌട്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് ഉള്ള പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയതിൽ ഭൂരിഭാഗം ഫോണുകളും സിമ്മും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സീയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 14 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16നും 18നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് ഭത്തക് പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30-നാണ് മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്ത് 1-നെതിരെ 3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ C5ന്റെ നടപടി പിൻവലിക്കും. കരാർ നേടിയ C ചാനൽ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൌജന്യമായി നടത്താൻ അനുമതി ലഭിച്ചെന്ന് മന്ത്രി OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനം നടത്തുന്നവർ ഈഗിൾസ് FC പോർട്ടൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിൽ മിന്നലേറ്റ് യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം CLIF-ൽ സംഘടിപ്പിച്ചു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ജനുവരിയിൽ പുറത്തിറക്കിയതിനു ശേഷം ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്തവരുടെ എണ്ണം 31 ദശലക്ഷം കവിഞ്ഞു. ആപ്പിന്റെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.